ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ തണ്ടേ ഇന്നും ഒരു ചായക്കടി തന്നെയാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറയുന്നത് ചിക്കൻ ഡോണറ്റിൻ്റെ വകയിൽ ആരാണ്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുക്കറിലേക്ക് ഒരു കിഴങ്ങ്, അതുപോലെ തന്നെ 2-3 പീസ് ചിക്കൻ, അതായത് എല്ലില്ലാത്ത കഷ്ണമായിരിക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അത്രയും വെള്ളവും, അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അതവിടെ പോയിരുന്ന് വേവട്ടെ, നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അരിയൽ പണിയാവാം. അതായത് ഒരു 7-8 ഉള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എന്നിട്ട് ഒരു 3 ബ്രെഡിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് വെള്ള വേറെ, മറ്റേ ആ സൈഡ് ഭാഗമില്ലേ, ആ ഒരു ബ്രൗൺ പോർഷൻ വേറെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം. എന്നിട്ട് ബാക്കി പറയാം, ഇത് നടക്കട്ടെ. നമ്മുടെ ആ വൈറ്റ് പോർഷൻ നമ്മളിതോടൊക്കെ അരച്ച് മാറ്റി. ഇനി നമുക്ക് അടുത്ത ആ ബ്രൗൺ ആ സൈഡിലെ പോർഷൻസ് കൂടി ഇട്ട് അതുകൂടി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി, കാരണം നമുക്കത് ലാസ്റ്റ് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതേ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഐറ്റംസ്, ഗരം മസാല, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നമ്മൾ ഇട്ട് അതൊന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിൽ. ഈ ഒരു രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടണം. അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കാൻ നമ്മുടെ കിഴങ്ങിനെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനെ അങ്ങ് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ ഒന്ന് ആക്കി നല്ലപോലെ ഒന്ന് ഉടച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഇതില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ചേക്കുന്ന, നമ്മൾ അരച്ച് വെച്ചേക്കുന്നില്ലേ നമ്മുടെ ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ. അത് നമ്മൾ അങ്ങനെ അതായത് കുറച്ച് വീതം ഇട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ, എല്ലാം കൂടെ തട്ടിയിടരുത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മറ്റേ കട്ടകളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പ്, ഒരു വടയുടെ ഷേപ്പില്ലേ, ഉള്ളിവടയല്ല ഗൈസ്, ഉഴുന്നുവട, അതിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ ആ ഊട്ട കൃത്യമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് വീട്ടിൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഡീസൻ്റായിട്ട് ചെയ്തത്. എൻ്റെ ഒന്നും കാര്യമില്ല, പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മൈദക്കകത്ത് മുക്കി, എന്നിട്ട് നമ്മൾ അതിനെടുത്ത് നേരെ ആ ബ്രെഡിൻ്റെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതിനെ ബാക്കി എല്ലാത്തിനെയും അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മളിനി ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഐറ്റം റെഡിയായി. കാണുന്ന ലുക്കും ടേസ്റ്റും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ, നമ്മളത് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഇവിടെ സംഭവം സെറ്റായി. ഇനി നമുക്ക് ഒരടുപ്പിൽ ചായയും ഒരടുപ്പിൽ എണ്ണയും വെച്ച് നമുക്ക് അതിനെ അങ്ങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് പൊരിച്ചെടുത്തിട്ട് ഒന്ന് തിന്നാറുണ്ട് ഗൈസ്. അടിപൊളിയാണ്, കാരണം നല്ല ക്രിസ്പിനെസ് ആണ്. ഇവിടെ എന്താ പറയുക, അടിപൊളി, വേറെ ഒന്നും ഇതിന് പറയാനില്ല. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടും എന്നൊക്കെ പറയാം. കാരണം വീട്ടിൽ 2-3 പീസ് ചിക്കനൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വൈകിട്ടത്തേക്ക് കുറച്ച് നേരം മതിയല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ കൂട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം വേറൊരു ചായക്കടയായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.